പ്രിയമുള്ളവരെ, ഞാൻ തരുൺ. യേശുനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് യേശുനാമത്തെക്കുറിച്ചാണ്. എന്താണ് യേശുനാമം? എന്താണ് യേശുനാമത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് നമ്മൾ യേശുനാമം ഉപയോഗിക്കേണ്ടത്, ചൊല്ലേണ്ടത്? നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് യാഹ്വേ ഈറി. പാട്ടിനകത്തും നമ്മൾ യഹോവ ഈറേ, സൃഷ്ടാവാം ദൈവം, ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 14 അബ്രഹാമിന് യാഗം കഴിക്കുവാനായി ആട്ടിൻകുട്ടിയെ ലഭിക്കുന്നതായ ഇടത്തിന് അബ്രഹാം നൽകുന്ന പേരാണ് യഹോവ ഈറെ. അതിൻ്റെ അർത്ഥം ദ ലോർഡ് വിൽ പ്രൊവൈഡ്. പിന്നീട് നമ്മൾ ദ ബുക്ക് ഓഫ് എക്സോഡസിലേക്ക് വരുമ്പോഴേക്കും, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും, അവിടെ യഹോവയായ ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം തൻ്റെ പേര് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യാഹ്വേ, ഐ ആം ഹൂ ഐ ആം. ഈ യാഹ്വേ എന്ന പേര്, അല്ലെങ്കിൽ യഹോവ എന്ന പേരിനെ കുറിച്ച് വളരെ രസകരമായൊരു നിരീക്ഷണം ഒരിക്കലൊരു ഭാഷാശാസ്ത്രജ്ഞൻ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് ജനിക്കുമ്പോൾ പറയുന്നതും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ പറയുന്നതുമായ ഒരേ ഒരു പേര് യഹോവ എന്നതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഇങ്ങനെയാണ്: യഹോവ എന്ന വാക്കിന് വവൽ സൗണ്ടുകളൊന്നുമില്ല. അത് കോൺസണന്റ് സൗണ്ടുകൾ മാത്രമുള്ള ഒരു പദമാണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട്, യാഹ് വാഹ് എന്ന് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നതായ ശബ്ദം യാഹ്, അതേ ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്നതായ ശബ്ദം വാഹും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ശരിയായിരിക്കും. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴും ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും നാം ഏറ്റവും കൂടുതൽ കൃതജ്ഞത കാണിക്കേണ്ടത് ദൈവത്തോടാണ്, ദൈവത്തിൻ്റെ നാമത്തോടാണ്, അതിമഹനീയമായ നാമത്തോട് തന്നെയാണ്. യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ് അത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരികയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ പേരിൻ്റെ ശക്തി അതെത്രമാത്രം വലുതാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 13-14 വചനങ്ങളിൽ കർത്താവ് സംശയലേശമന്യേ സ്ഥാപിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം, പത്രോസ് ശ്ലീഹ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് ഇപ്രകാരമാണ്: ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത് റൈസ് അപ്പ് ആൻഡ് വാക്ക്. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ളതായ ശക്തി, അധികാരം, ഏത് അത്ഭുതങ്ങളെയും പ്രവർത്തിക്കുവാൻ, ഏത് സൗഖ്യവും നൽകുവാനുള്ള അധികാരം അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇനി വീണ്ടും വരികയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെ പൗലോസ് ശ്ലീഹ
ഒരു അടിമയായ പെണ്ണിൽ നിന്നും ദുർഭൂതത്തെ പുറത്താക്കുന്നതാണ്. അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു കം ഔട്ട് ഓഫ് ഹർ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഇവളിൽ നിന്നും പുറത്തു വരിക. യേശുവിൻ്റെ നാമത്തിൻ്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുകയും. ഇനി വീണ്ടും നമ്മളുടെ അടുത്ത കാലങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ പിതാക്കന്മാർ, വിശുദ്ധ അഗസ്തീൻ, വിശുദ്ധ ജെറോം, നമ്മുടെ ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന മരുഭൂമിയിലെ പിതാക്കന്മാർ, ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല എന്ന് എല്ലാ പിതാക്കന്മാരും യാതൊരു സംശയത്തിന് വിടതരാത്ത വിധം പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ കാലം വരെയും അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഈ കാലം വരെയും അതിനൊരു തെറ്റ് പറ്റിയിട്ടില്ല. ഇനി ഒന്ന് നോക്കൂ, നമ്മളുടെ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം. അവർ ഉപയോഗിക്കുന്ന ജപമാല ഒരു പ്രത്യേക തരത്തിലുള്ള ജപമാലയാണ്. അത് നൂല് കൊണ്ടുണ്ടാക്കുന്ന ജപമാലയാണ്. അതിൻ്റെ ചരിത്രം, അതിൻ്റെ കഥ വളരെ രസകരമായിട്ടുള്ള, സാത്താനോട് പൊരുതുന്ന ഒരു കഥയാണ്. അവിടെ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു മശീഹ, സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്ര, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ, പാപിയായ എൻ്റെ മേൽ കരുണ ചൊരിയണമേ. എത്രയേ പറയുന്നുള്ളൂ. സുറിയാനി ഭാഷയിൽ അത് മോറാനീഷും ഷീഹോ ബ്രോദാളോ റാഹമാലൈ ഹാത്തോയോ, പാപിയായ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. ഒന്നാലോചിച്ച് നോക്കൂ, സാത്താനോട്, ആഗൽ കർസായോട് പടപൊരുതുവാൻ നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ച എത്രയോ ശക്തമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. ഊർജത്തിൻ്റെ, പവറിൻ്റെ, അതോറിറ്റിയുടെ, അധികാരത്തിൻ്റെ സ്രോതസ്സാണ് യേശുനാമം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ കാലത്ത് യേശുവിൻ്റെ നാമത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം, യേശുനാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളിത് പറയുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യേശുനാമത്തിൻ്റെ ഒരു തിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, അതിനൊരു ക്ലാരിറ്റി എനിക്ക് ലഭിക്കുന്നത് 2 ആഴ്ച മുമ്പ്, 3 ആഴ്ച മുമ്പ് ഒരു ഓൺലൈൻ പ്രെയർ ഫെലോഷിപ്പിൽ പങ്കെടുത്തപ്പോൾ ഒരു സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടാണ്. അന്ന് ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ യേശുനാമത്തിൽ എന്തും യാചിച്ചോളൂ, അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അപകടമുണ്ടാകുന്നു. അപകടം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു അപകടം തന്നെയായിരുന്നു. എന്നാൽ ജീവന് യാതൊരു പോറൽ പോലും ഏൽക്കാതെ, ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഞാൻ ആ അപകടത്തിൽ നിന്നും അതിജീവിച്ചു. അപ്പോൾ ഈ അപകടത്തിൽ നിന്നും റോഡിൽ കിടന്ന് എന്നെ ആളുകൾ വന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. കൈകൾക്കും കാലുകൾക്കും ബലം കിട്ടുന്നില്ല. സൈഡിലേക്ക് മാറി നിന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്ന് നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് യേശുനാമമാണ്. എൻ്റെ മനസ്സിലേക്ക് എനിക്ക് മറ്റൊന്നും പറയുവാൻ എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുവാനാണ്. ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യേശുനാമത്തിൽ ഞാൻ എന്നെ തന്നെ ബ്ലെസ് ചെയ്തു. യേശുനാമത്തിൽ ഞാൻ എൻ്റെ വാഹനത്തെ, എൻ്റെ അവസ്ഥയെ ഞാൻ ബ്ലെസ് ചെയ്തു. യേശുനാമത്തിൽ ഞാൻ പരിശുദ്ധ റൂഹായോട് അപേക്ഷിച്ചു. എനിക്ക് അപകടം പറ്റിയൊരു സ്ഥലമെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ആൾക്കാരാരുമുള്ള ഒരു സ്ഥലമല്ല. ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും എനിക്ക് പോകുവാൻ അറിയില്ല. എനിക്ക് അവിടുത്തെ ഭാഷ അറിയില്ല. സാധാരണക്കാരോട് സംസാരിക്കാനുള്ള ഭാഷ എനിക്കറിയില്ല. ഞാൻ
മറ്റൊരു നാട്ടിൽ നിന്നും വരുന്ന ഒരാളായതുകൊണ്ട് ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളൊരു പേടിയും ഭയവും എല്ലാം ഉള്ളിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യേശുനാമം തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ധൈര്യം, ഞാൻ തൊട്ട് മുൻപേ കയറിയ കടയിലേക്ക് ചെല്ലുവാൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ എനിക്കുണ്ടാകും. ഞാൻ ആ യേശുനാമം ഉരുവിട്ടുകൊണ്ട് ആ കടയിലേക്ക് കയറി ചെല്ലുന്നു. അവർ ഈ അപകടമെല്ലാം കണ്ടുകൊണ്ട് ഇരുന്ന ആളുകളാണ്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്തോ അവർക്ക് മനസ്സലിവ് തോന്നി. അവരെനിക്ക് ഇരിക്കുവാനൊരു സ്ഥലം തന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തല ചുറ്റുന്നു. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട്, നിങ്ങളൊരു ഓലയോ ഊബറോ ഒക്കെ ബുക്ക് ചെയ്ത് അടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പോകുവാൻ ഒന്ന് എവിടെ ആണ് നല്ല ഹോസ്പിറ്റൽ ഉള്ളത് എന്നറിയില്ല. രണ്ട്, എനിക്ക് പരിചയമുള്ള ആൾക്കാരാരുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു ബോധക്ഷയം ഉണ്ടാകും എന്ന് വരെ എനിക്ക് തോന്നിയ ഒരു അവസരത്തിൽ പോലും ഞാൻ അവിടുത്തെ ഒരു ഇരുമ്പ് തൂണിനോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ തൂണിൽ വളരെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. കാരണം എനിക്കറിയാം, ഞാൻ കൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴെ ബോധം കെട്ട് വീഴും എന്നെനിക്കറിയാം. പക്ഷേ അത്രയും മുറുക്കെ ഞാനത് ആ തൂണിൽ പിടിച്ചുകൊണ്ട് ഞാൻ യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞാൻ യേശുനാമത്തിൽ അവിടുത്തോട് അപേക്ഷിക്കുന്നു, എനിക്ക് എന്നെ അറിയുന്ന ആളുകളുള്ള സ്ഥലത്തേക്ക് സുബോധത്തോടുകൂടി എന്നെ എത്തിക്കണം. അതല്ലാതെ ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നെ അറിയുന്ന ആളുകളുള്ള സ്ഥലത്തേക്ക്, എന്നെ സഹായിക്കുവാൻ സാധിക്കുന്ന ആളുകളുള്ള സ്ഥലത്തേക്ക് എന്നെ സുബോധത്തോടുകൂടി എത്തിക്കണം. എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്, ഞാനെങ്ങാനും ബോധം കെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ക്യാബ് ടാക്സിയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയിട്ട് അദ്ദേഹം ഒരു ചാക്ക് വെച്ചിട്ട് ഗ്ലാസ് എല്ലാം മറച്ച് വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും സാധിക്കുമെങ്കിൽ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നാൽ ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരുള്ള സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും ഞാൻ പോകാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ, എന്തോ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ കൊണ്ടുപോയാക്കാം, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം എന്ന് ഇയാൾ പറയുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലം വരെ ഇയാൾ എന്നെ കൊണ്ടുവിടും. ഞാൻ ഈ അനുഭവം ഇവിടെ പറയുവാൻ കാരണം ഇതൊരു സാക്ഷ്യം കൂടിയാണ്. യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു സാക്ഷ്യം കൂടിയാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ രണ്ടാമത്തെ ഓഡിയോ സന്ദേശത്തിൽ ഒരു ബൈബിൾ വചനത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശുനാമത്തിൻ്റെ ശക്തി ജനം അറിയണം എന്നുള്ളതുകൊണ്ട്. പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ എന്നെ, ഞാൻ ഏത് സ്ഥലത്ത് ആണോ ചെല്ലേണ്ടത് അവിടേക്ക് കൊണ്ടുവന്ന് വിട്ടു. ആ വാഹനത്തിലിരുന്ന് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ യേശുനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ തലയിറങ്ങുന്നതായ എൻ്റെ അവസ്ഥയെ എനിക്ക് മാറ്റിത്തരണമേ, എൻ്റെ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരണമേ എന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിൽ കയറിയപ്പോൾ ബോധം മറയും എന്ന് തോന്നി പുറയിലേക്ക് ചാരിയിരുന്ന ഞാൻ 12 കിലോമീറ്റർ കഴിഞ്ഞ് എനിക്ക് എത്തേണ്ട സ്ഥലമായപ്പോൾ ആ വാഹനം തുറന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കിക്കൊള്ളൂ, ബാക്കി ദൂരം ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്നു പോയി. എന്നെ അറിയാവുന്ന ആളുകൾ അപ്പോഴേക്കും എന്നെ സഹായിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. അവരുടെ അടുത്തേക്ക് ഞാൻ നടന്നാണ് പോകുന്നത്. ഒരു 20 മിനിറ്റ് മുമ്പ് 2 അടിയോ 3 അടിയോ പോലും സഹായമില്ലാതെ നടക്കുവാൻ സാധിക്കാതിരുന്ന ഞാൻ 20 മിനിറ്റുകൾക്ക് ശേഷം അപകടത്തിൽ പെട്ടതിൻ്റെ യാതൊരു ലാഞ്ചന പോലും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കയ്യിൽ ബാഗെല്ലാം പിടിച്ചുകൊണ്ട് വെയിറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഞാൻ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത്, യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തി ഭയങ്കരമാണല്ലോ.
നിന്റെ നാമത്തിൽ ചോദിച്ചാൽ നീ തരുമല്ലോ. എന്നിട്ടും എന്താണ് ആൾക്കാർ നിന്റെ നാമത്തിൽ ചോദിക്കാത്തത്? ശരിയല്ലേ? നമുക്കറിയാം യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നമുക്കെല്ലാം ലഭിക്കുമെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാത്തത്, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാത്തത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്ത ഇതാവട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാവട്ടെ. യേശുനാമത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാവട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധ റൂഹായോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങൾ.